ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ലളിതകലാ അക്കാദമിയിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലും കൂടാതെ കേരള നിയമസഭ സഭ ടിവിയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. താൽക്കാലിക നിയമനമാണ്. അപ്പോൾ നമുക്ക് ഈ 3 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയിൽ വന്നിട്ടുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. തിരുവനന്തപുരം, കണ്ണൂർ, എറണാകുളം ജില്ലകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കേരള ലളിതകലാ അക്കാദമിയുടെ ആർട്ടിസ്റ്റ് റെസിഡൻസികളിൽ സ്റ്റുഡിയോ അസിസ്റ്റന്റ്, കുക്ക് കം വാച്ച്മാൻ, സ്വീപ്പർ കം ഗാർഡൻ തസ്തികയിലേക്കാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം സ്റ്റുഡിയോ അസിസ്റ്റന്റ് പോസ്റ്റാണ്. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഒരു ഒഴിവും കണ്ണൂർ ഒരു ഒഴിവുമാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് പെയിൻറ്റിംഗ്, ശില്പം, ഗ്രാഫിക്സ് ഇവയിൽ ഏതെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ സംസാരിക്കാനും എഴുതാനുമുള്ള പ്രാവീണ്യവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ്. ഗ്രാഫിക് ഡിസൈൻ ജോലിയിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കുക്ക് കം വാച്ച്മാൻ പോസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും കുക്കിങ്ങിലുള്ള സർട്ടിഫിക്കറ്റും കൂടാതെ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അപ്പോൾ ഇതേ വ്യക്തി വാച്ച്മാൻ്റെ ജോലിയും നിർവഹിക്കേണ്ടതാണ്. പ്രൊഫഷണൽ രീതിയിൽ പാചകം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കുക്ക് പോസ്റ്റാണ്. കണ്ണൂർ ജില്ലയിലാണ് ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും കുക്കിങ്ങിലുള്ള സർട്ടിഫിക്കറ്റും കൂടാതെ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രൊഫഷണൽ രീതിയിൽ പാചകം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് സ്വീപ്പർ കം ഗാർഡൻ പോസ്റ്റാണ്. തിരുവനന്തപുരത്താണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ പൂന്തോട്ട പരിപാലനത്തിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് ഡിസൈനർ പോസ്റ്റാണ്. എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BFA അപ്ലൈഡ് ആർട്ട് ബ്രോഷറുകളും പോസ്റ്ററുകളും ഡിസൈൻ ചെയ്യുന്നതിലുള്ള പ്രാവീണ്യമുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ klkestablishment@gmail.com എന്ന മെയിലിലേക്കും തപാൽ മുഖേന ഇത് സെക്രട്ടറി, കേരള ലളിതകലാ അക്കാദമി, ചെമ്പുക്കാവ്, തൃശൂർ 680020 എന്ന വിലാസത്തിലേക്കും അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 31, 2022 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്നിട്ടുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. പത്തനംതിട്ട ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. EOC ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. ശബരിമലയിലെ മണ്ഡലകാല ഉത്സവത്തിൻ്റെ ഭാഗമായി EOC ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ ബേസ് ക്യാമ്പ് എന്നിവിടങ്ങളിലെ പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളിലേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. 21 ഒഴിവുകളുണ്ട്. താൽക്കാലിക നിയമനമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ITI, ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ്. കൂടാതെ GPS, GIS, ഹാം റേഡിയോ, വയർലെസ്, സാറ്റലൈറ്റ് ഫോൺ എന്നിവയുടെ പ്രവർത്തനത്തിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, മലയാളം ഭാഷകളും അറിഞ്ഞിരിക്കണം. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിവ അറിയുന്നത് അഭികാമ്യമാണ്. പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ദിവസവേതനം 1000 രൂപയാണ് ലഭിക്കുന്നത്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 24 മണിക്കൂറും ജോലി ഉണ്ടാകും. ദുരന്ത നിവാരണ ഫീൽഡ് വർക്കിലോ സാമൂഹിക സന്നദ്ധ സേനയിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അഭിമുഖത്തിലൂടെയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷ ചെയർപേഴ്സൺ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ മജിസ്ട്രേറ്റ് ആൻഡ് ജില്ലാ കളക്ടർ, പത്തനംതിട്ട എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. അപേക്ഷ അയക്കുന്ന കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് EOC ടെക്നീഷ്യൻ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് കേരള നിയമസഭയുടെ സഭ TV വന്നിട്ടുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് 25/10/2022 വരെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം സോഷ്യൽ മീഡിയ കൺസൾട്ടൻറ്റ് പോസ്റ്റാണ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ജേർണലിസം അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലും ഉള്ളൊരു ബിരുദമാണ്. കൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സർട്ടിഫിക്കറ്റും 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, അഡോബ് സ്യൂട്ട് എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, ഇൻ്റർനെറ്റ് റാങ്കിംഗ് ഫോർ വെബ് കണ്ടന്റ് എന്നിവയിലുമുള്ള അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കണം. കൂടാതെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ഗൂഗിൾ അനലിറ്റിക്സിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ആമസോൺ വെബ് സർവീസ് സർട്ടിഫൈഡ് പരിശീലനം അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ലഭിച്ചിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രായപരിധി വരുന്നത് 25-നും 45-നും ഇടയിലാണ്. നിയമന കാലാവധി നിയമന തീയതി മുതൽ 1 വർഷത്തേക്കായിരിക്കും. നിയമസഭാ സെക്രട്ടേറിയറ്റിന് ആവശ്യമുള്ള പക്ഷം കാലാവധി ദീർഘിപ്പിക്കുന്നതാണ്. പ്രതിമാസ വേതനം 57,525 രൂപയാണ് ലഭിക്കുന്നത്. നിയമന രീതി വരുന്നത് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ ബയോഡേറ്റയിൽ പറഞ്ഞിട്ടുള്ള യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ അഭിമുഖ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അടുത്തത് പ്രോഗ്രാം കോർഡിനേറ്റർ പോസ്റ്റാണ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിലുള്ള ഡിപ്ലോമയാണ്. കൂടാതെ ദൃശ്യമാധ്യമ രംഗത്തെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 36,000 രൂപയാണ് പ്രതിമാസ വേതനം ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. അടുത്തത് ക്യാമറാമാൻ പോസ്റ്റാണ്. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആണ്. കൂടാതെ വീഡിയോഗ്രാഫിയിൽ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയിലുള്ള ഡിപ്ലോമയും വീഡിയോഗ്രാഫിയിലുള്ള 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. സിനിമ അല്ലെങ്കിൽ ടെലിവിഷൻ മേഖലയിലെ പ്രവൃത്തി പരിചയം അധിക യോഗ്യതയായിട്ട് കണക്കാക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 30,995 രൂപയാണ് ലഭിക്കുക. അടുത്തത് ക്യാമറ അസിസ്റ്റന്റ് പോസ്റ്റാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആണ്. കൂടാതെ ക്യാമറ അസിസ്റ്റന്റായി 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 18,390 രൂപയാണ് ലഭിക്കുക. അടുത്തത് വീഡിയോ എഡിറ്റർ പോസ്റ്റാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആണ്. കൂടാതെ ഫിലിം എഡിറ്റിങ്ങിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ എഡിറ്ററായി 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ടെലിവിഷൻ ചാനലുകളിൽ 2 വർഷത്തിൽ കുറയാതെ FCP, അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് പ്രീമിയർ എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. മന്ത്ലി വേതനം ലഭിക്കുന്നത് 30,995 രൂപയാണ്. അടുത്തത് ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആണ്. കൂടാതെ ഗ്രാഫിക് ഡിസൈനിങ്ങിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഗ്രാഫിക് ഡിസൈനറായിട്ടുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. മന്ത്ലി സാലറി 30,995 രൂപയാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 25/10/2022 വരെയാണ്. അപ്പോൾ ഈ 3 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.